പൊൻവീര്യമോ അല്ല മറുവിലയായി പൊൻവീര്യമോ അല്ല മറുവിലയായി യാഗമായി തീർന്നവനം യാഗമായി തീർന്നവനം ദൈവ കുഞ്ഞാട്ടിൽ വിലയേറുണ്ട് തത്താലെന്നെ വീണതിനാൽ ദൈവ കുഞ്ഞാട്ടിൽ വിലയേറുണ്ട് തത്താലെന്നെ വീണ്ടതിനാൽ ഞാൻ പാടുമി നാളിൽ മോദാൽ കുഞ്ഞാട്ടിൻ വിലയേറുണ്ട് തത്താലെന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുണ്ട് തത്താലെന്നെ വീണ്ടതിനാ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ഒന്ന് 94 സങ്കീർത്തനം വായിച്ച കർത്താവിന്റെ പാദപീഠത്തിൽ വായിക്കാം. 94 സങ്കീർത്തനം 94. പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണം. പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ. ഭൂമിയുടെ ന്യായാധിപതി എഴുന്നേൽക്കണം. ഭൂമിയുടെ ന്യായാധിപതി എഴുന്നേൽക്കണമേ. നീ പ്രതികാരം ചെയ്യണം. ദമ്പികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ. ദുഷ്ടമാത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അവർ ശകാരിച്ച് ദാക്ഷ്യം സംസാരിക്കുന്നു. നീതിയുടെ പ്രവർത്തിക്കുന്ന ഏത് മുമ്പ് പറയുന്നു. അവൻ നിന്റെ ജനത്തെ തകർത്ത് കളയുന്നു. നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയും പരദേശിയെയും കൊല്ലുന്നു. നാഥന്മാരെ അവർ ഹിംസിക്കുന്നു. യഹോവ കാണുകയില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്നും അവർ പറയുന്നു. യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്ന് അവർ പറയുന്നു. ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചു കൊള്ളുകയും പോഷന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും. ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ, കാണുകയില്ലയോ, ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ, അവൻ ഞാൻ ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ. മനുഷ്യരുടെ മായ നിങ്ങൾ അറിയുന്നു. നീ ശിക്ഷിക്കുന്ന ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വായിച്ചോ. നീ ശിക്ഷിക്കുകയും ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വായിച്ചില്ല. നീ ശിക്ഷിക്കുകയും ഉപദേശിക്കുകയും വായിച്ചു. യഹോവേ ദുഷ്ടനെ കുഴി ഒഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തള്ളിക്കളയുകയില്ല, അവകാശത്തെ കൈവിടുകയുമില്ല. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. പരമാർത്ഥതയുള്ളവർക്ക് അതിനോട് യോജിക്കും. സ്വതയുടെ നേരെ എഴുന്നേൽക്കും. നീതിയോട് പ്രവർത്തിക്കുന്നവരുടെ എതിർക്കും. സഹായമായി മനോവാസം ചെയ്യുമായിരുന്നു. എന്റെ കാൽ വളർന്നു പറഞ്ഞപ്പോ എന്റെ ഉള്ളിലെ വിചാരത്തിൽ ആശ്വാസം തണുപ്പിക്കുന്നു. നിയമത്തിന്റെ ഉള്ളതായ കഷ്ടം തണുപ്പിക്കുന്ന ദുഷ്ടസിംഹാസനത്തിൽ നമ്മുടെ സത്യത ഉണ്ടാകുന്നു. നീതിമാൻ പ്രാണിപ്പം കൂട്ടുന്നു. കുറ്റമില്ലാതെ രക്തത്തെ സൃഷ്ടിച്ചു വധിക്കുന്നു. എനിക്ക് ഗോപുരവും എന്റെ ശരണഹീനമായ ദൈവമാകുന്നു. അവൻ അവരുടെ നീതിയുടെ അവരുടെ മേൽ തന്നെ വരുന്നുണ്ട്. അവരുടെ ദുഷ്ടതയും തന്നെ അവരെ സുഖകരിക്കും.
ഹൃദയമായ ഭാവത്തെ സ്വീകരിച്ചു താനെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. തുല്യനു തുല്യമീ ജീവിതം വയലിൽ, തുല്യനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലേതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലേതു പൂക്കുന്നതുലകിൽ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ വാഴ്ത്തുക താൻ ശുദ്ധനാമത്തെ പേർക്കും, വാഴ്ത്തുക താൻ ശുദ്ധനാമത്തെ പേർക്കും, ആർത്തിവന്ദൻ ഉപകാരത്തെ ആർത്തിവന്ദൻ ഉപകാരത്തെ വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. യേശുവേ, ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ ആഴ്ചവട്ടത്തിന് ഒന്നാമത്തെ ദിവസത്തിനായി കർത്താവെ സ്തുതിക്കുന്നു. ആരാധനയ്ക്കായി കടന്നു വന്നുള്ള എല്ലാ ജനത്തെയും കർത്താവിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ആത്മീയവും ഭൗതികവുമുള്ള നന്മയിൽ കർത്താവിന്റെ മക്കളെ കരുതിക്കൊള്ളുമാറാകണം. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം, കടന്ന ജനത്തിനായി സ്തോത്രം. ഏവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് കർത്താവെ അതാ യേശുവെ കർത്താവ് കരത്താൽ എഴുന്നേൽപ്പിക്കുമാറാകണം. നമുക്കാകട്ടെ കാത്തു തുടങ്ങുമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. നമുക്ക് ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുന്നതാകട്ടെ. കർത്താവ് നമുക്ക് വീണ്ടും ഒരാഴ്ച കാലം പുതിയതായിട്ട് നമുക്ക് നൽകി. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ആരാധനയ്ക്കായിട്ട് നമ്മൾ കൂടി വരുവാൻ കർത്താവ് നമുക്ക് ഉത്തരവ് നൽകിയിരിക്കുന്നു. വിവിധ ഇടങ്ങളിലായിട്ടിരുന്നു ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ സഭ മുഖാന്തരമുള്ള നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് കാത്തു സൂക്ഷിക്കട്ടെ. ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വാർത്താലും എൻ്റെ കൈ എന്നെ പിടിക്കുമെന്ന് വനത്തിലുള്ളതുപോലെ നമ്മൾ എവിടെയായിരുന്നാലും ഏത് നിലയിലായിരുന്നാലും അവിടെ നമ്മെ സന്ദർശിക്കാനും നമുക്ക് അനുഗ്രഹം നൽകുവാനും കഴിവുള്ള ഒരു ദൈവം ഇന്ന് നമ്മോടൊപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ജനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിക്കുന്നതിൽ കൂടിയാണ് അതിന് പ്രകാരം അവർ അവകാശം പ്രാപിക്കുന്നത്. ആരാധന അവകാശത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ഇസ്രായേൽ പൗരതയുടെ സംബന്ധമില്ലാതിരുന്ന നമ്മുടെ ജീവിതം, നമുക്ക് പ്രത്യാശയില്ലായിരുന്ന നമ്മുടെ ജീവിതം, നമുക്ക് ഇതിനൊക്കെയും അംശമാക്കി തീർത്തത് കർത്താവിന്റെ നാമം നമ്മെ നിയന്ത്രിക്കുന്നതും നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നതും ആരാധനയിലേക്കാണ്. കാരണം ആരാധനയിൽ കൂടി ഒരു വലിയ അനുഗ്രഹം നമ്മൾ പ്രാപിക്കേണ്ടതുണ്ട്. ആരാധനയിൽ കൂടിയാണ് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്നത്. ആരാധനയിൽ കൂടിയാണ് കായീൻ ദൈവപ്രസാദം പ്രാപിച്ച് പ്രാണൻ സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ദൈവത്തിന്റെ ഭക്തനാണോ, നിശ്ചയമായിട്ടും അവന്റെ ജീവിതം ധന്യമായി തീർന്നിട്ടുള്ളത് ആരാധനയിൽ കൂടിയാണ്. ആരാധന ഇല്ലാതാക്കി, ആരാധനയില്ലാതെ ഒരു മനുഷ്യനും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല, അവൻ ധന്യനായിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ മറ്റെന്തിനേക്കാൾ കാഴ്ചവട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ 6 ദിവസം നമ്മൾ അധ്വാനിച്ചു, പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് നടന്നു, പല നിലകളിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ആയിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ഇങ്ങനെയെല്ലാം നമ്മൾ വിവിധ തലങ്ങളിലായിരുന്നപ്പോഴും കാത്തു സൂക്ഷിച്ച് നമ്മൾ ജീവനോടുകൂടി ഇന്ന് ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് വേണ്ടി കൂട്ടുവരുത്തിയിരിക്കൊണ്ട് നമ്മളെപ്പോഴും കർത്താവിന് നന്ദിയുള്ളവരായിരിക്കാം. കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി വലിയ ചെയ്യട്ടെ. നമ്മെ കർത്താവ് പരിപാലിക്കട്ടെ.
നമ്മെ കർത്താവ് കരം പിടിച്ച് നടത്തട്ടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള നന്മയെ കാണുവാനും കേൾക്കുവാനും ആഗ്രഹിക്കാനും പ്രാപിപ്പാനും കർത്താവ് നമ്മെ വിളിച്ചെങ്കിൽ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്നവരെയും വിശ്രമമില്ലാതെ രാപ്പകൽ കർത്താവിന്റെ സന്നദ്ധയിൽ അത്യാശയ്ക്ക് വേണ്ടി തന്നെ കാണിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഇന്ന് കേട്ടത് 94 സങ്കീർത്തനമാണ്. 94 സങ്കീർത്തനത്തിന്റെ ഏറ്റവും വിവിധമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഓരോന്നോരോന്ന് ചിന്തിച്ച് പഠിക്കേണ്ട വിഷയങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്നാമത്തെ അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവഭക്തനായ ഒരു മനുഷ്യന് ഏറ്റവും പരീക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളാണ് പ്രതികാരവും പ്രതിഫലവും. നമ്മളെ മനുഷ്യൻ ഒരു ഭക്തൻ ചെയ്യുന്നതിന് അവൻ സ്വന്തം കയ്യാൽ പ്രതികാരം ചോദിക്കും. അവൻ തെറ്റി, അവൻ ലക്ഷ്യത്തിലെത്തില്ല. അവൻ അനുഭവിക്കുന്ന, അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രതിഫലം, അത് അവൻ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, അവനും തന്നെ അവന് കിട്ടണം. അവനും തെറ്റി. ഇത് രണ്ടും ഒരു മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചിരിക്കണം. നമ്മൾ ചെയ്യുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും അതിന് മറുപടിയും പ്രതിഫലവും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിനാണ്, നമ്മൾ ചെയ്യുന്നത് ദൈവത്തിനാണ്. നമ്മൾ ദൈവത്തെ മാനിച്ചിട്ടും ദൈവത്തെ ഭയപ്പെട്ടിട്ടുമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ അപൂർണതയായിരിക്കണം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ചിന്ത. ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രം. അപ്പൊ അതുകൊണ്ട് പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്, അത് സ്വർഗീയ പ്രതിഫലം. അതുപോലെ തന്നെ പ്രതികാരം, ഞാൻ അനുഭവിച്ചിട്ടുള്ളതിന് മുഴുവൻ പ്രതികാരം ചെയ്യാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ആയുഷ്കാലം കൊണ്ട് തീരില്ല. അത് കർത്താവിനെ ഏൽപ്പിക്കുക. ഇത് രണ്ടും കർത്താവിനെ ഏൽപ്പിക്കാതെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകില്ല. അതാണ് ഒരു മനുഷ്യന്റെ ജീവിത വിജയം. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഒരു എലീശ പ്രവാചകനെ ഒരു ദൈവപുരുഷനായിട്ട് ശൂന്യകാലത്തിൽ കണ്ടത്. നമ്മുടെ വഴിക്ക് വീടിന്റെ അരിയിൽ കൂടെ പോകുന്ന ഈ മനുഷ്യൻ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തെ വിളിച്ചെത്തി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ അവനെ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഒരു മുറി ഉണ്ടാക്കി അവിടെ കിടക്കാനും വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അദ്ദേഹത്തെ മാനിച്ചു. പിന്നീട് ആ വഴിക്ക് എലീശ പ്രവാചകൻ പോകുമ്പോഴെല്ലാം അവിടെ ചെല്ലും, അവിടെ വിശ്രമിക്കും. തനിക്ക് ഉണ്ടാക്കിയ മുറിയിൽ പോയി വിശ്രമിക്കും. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പ്രവാചകന് ഒരു മനസ്സിനൊരു ചിന്ത. കാരണം അന്ന് പ്രവാചകന്റെ സ്വാധീനത്തിലുള്ളതാണ് രാജാവ് വരെ. കാരണം ഇസ്രായേൽ രാജാവ് എലീശ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കും. ഇസ്രായേൽ രാജാവ് എലീശ പ്രവാചകനെ കണ്ട പിതാവെന്ന് വിളിക്കും, അപ്പാന്ന് വിളിക്കും. അത്ര ഭയങ്കരമാണ്, അത്ര ബഹുമാനവും ഭയവുമാണ് എലീശ പ്രവാചകൻ. ആ രാജ്യത്ത് എന്ത് നടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ രാജാവ് വിചാരിക്കാത്ത കാര്യം എലീശ പ്രവാചകന് വിചാരിച്ചാൽ സാധിക്കും. അത്ര ഭയങ്കര സ്വാധീനമുള്ള ആളാണ്. അങ്ങനെ ഉള്ള സ്വാധീനമുള്ള ആ കർത്താവിന്റെ ദാസനെ സൽക്കരിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ സൽക്കരിച്ച ശൂന്യൻകാരത്തിനെ വിളിച്ച്, ശൂന്യൻകാരത്തിയെ, അടിയൻ നിനക്ക് എന്താ വേണ്ടത്? നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളെല്ലാം പൈസയൊക്കെ മുടക്കി, മുറിയൊക്കെ ഉണ്ടാക്കി, സാഹചര്യങ്ങളൊക്കെ ഒരുക്കി, ഇത്രയും കാര്യങ്ങൾ നീ ചെയ്തല്ലോ, ഞാൻ എന്നാ നിനക്ക് ചെയ്യണ്ടേ?
എന്ത് വേണമെങ്കിലും പറഞ്ഞു. കാരണം രാജാവിനോടോ സർവ്വസൈന്യാധിപനോടോ, കാരണം അവർ രണ്ടുപേരും ആണല്ലോ രാജ്യത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരെ കൊണ്ട് എന്ത് കാര്യം ചെയ്യാനാണ് നീ പറ, ഞാനത് ചെയ്തു തരാം. അവള് പറഞ്ഞു, ഞാൻ സ്വജനത്തിന്റെ മധ്യേ പറഞ്ഞു. ഞാനിതൊന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് നീ രാജാവിനെ കൊണ്ടോ സർവ്വസൈന്യാധിപനെ കൊണ്ടോ എനിക്കതിന് പ്രതിഫലം തരും, എനിക്കതങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ദൈവത്തെ ഭയപ്പെട്ട് ചെയ്തതാ. അങ്ങനെ പറയുന്നതറിയോ, പ്രതികാരവും പ്രതിഫലവും വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദൈവഭക്തൻ എപ്പോഴും ഓർത്തിരിക്കുന്നതാണ്. പ്രതികാരവും പ്രതിഫലവും ദൈവത്തിന്റെ പക്കലാണ്. ആർക്കും ഏതെങ്കിലും തരത്തിൽ വേദനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചെയ്യുന്നത് ദൈവം അത് ചെയ്തു. എന്തെങ്കിലും കെട്ടാനാമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് ചെയ്തതാ. അത് അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇതല്ലാത്തവരൊക്കെ വീഴും. അവള് അവിടുന്ന് പോയതിനു ശേഷം എലീശ പ്രവാചകൻ ഗേഹസിയോട് ചോദിച്ചു, ബാല്യക്കാരനോട് ചോദിച്ചു, ഗേഹസിയെ ഈ ശൂന്യംകാരത്തി പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അവള് സ്വജനത്തിന്റെ മധ്യേ പറഞ്ഞ ഇതൊന്നും കണ്ടിട്ടല്ല അവള് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഗേഹസി പറഞ്ഞു, യജമാനെ, അവള് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൾക്കൊരു വലിയ ദുഃഖം കിടപ്പുണ്ട്. ആ ദുഃഖം എന്ന് പറയുന്നത് അവൾക്ക് കുഞ്ഞുങ്ങളില്ല. അത് അവൾ പറഞ്ഞിട്ടില്ല. ഉടനെ നിന്ന് അവളെ വിളിക്കാൻ പറഞ്ഞു. അവളെ വിളിച്ചു വന്നു, അടുത്ത വർഷം നീ ഒരു കുഞ്ഞിനെ അണച്ചോളൂ. അയ്യോ, എന്നോട് പോസ്റ്റ് പറയരുതേ, എന്നെ ചതിക്കരുത് എന്ന് പറഞ്ഞില്ല. നീ ഒരു കുഞ്ഞിനെ അണച്ചോളൂ. ദൈവത്തിന്റെ വചനം പറയുന്നത് അവൾ അപ്പോഴും തന്റെ അധ്വാനത്തിനും താൻ ചെയ്തതിനും പ്രതിഫലം ചോദിക്കുന്നില്ല. ഏത് മനുഷ്യനും ഒരാളോട് നിനക്ക് എന്ത് വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് വേണ്ടത് ഒരു കടലാസിൽ എഴുതിയൊക്കെ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അവൻ എഴുതി അങ്ങ് കൊടുക്കുവാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവേഷമല്ലാത്തതുണ്ടാവുകയാണ്. അവന് കണിയായിട്ടുള്ള എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ട്. പക്ഷെ ദൈവം അവന് വേണ്ടതെന്തെന്ന് അന്വേഷിച്ചറിഞ്ഞ് അത് കൊടുക്കുമ്പോ അത് ഒരിക്കലും മാറിപ്പോകാത്തതും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതുമായ വലിയൊരു പ്രതിഫലമായിരിക്കും തന്നെ ഇവിടെ സംഭവിച്ച അങ്ങനെയാണ്. ഇതിനെക്കാട്ടി വീണ്ടും എതിര് പറഞ്ഞപ്പോൾ അന്വേഷിച്ചറിഞ്ഞ് കാര്യം സ്വർഗം തീരുമാനിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ ആ ഒരു പ്രതിഫലം കിട്ടിയത് അത് ഇന്നും ശിവനെക്കാട്ടി പ്രസംഗിക്കുക. അവർക്ക് കിട്ടിയ കുഞ്ഞ് ആ മരണം വരെയും പരിപാലിക്കുന്നു, ഒരു ദോഷം വരാതെ വന്നു. അവിടെയാണ് വചനം പറയുന്നത്, വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവിനെന്ന പോലെ ചെയ്യും. മനുഷ്യനെന്നത് പ്രതീക്ഷിക്കണ്ട, ലോകത്ത് ആരുന്നത് പ്രതീക്ഷിക്കണ്ട. മറുപടി ആരും കാണുന്നില്ലെന്ന് വിചാരിക്കും, ആരും അറിയുന്നില്ലെന്ന് വിചാരിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവത്തിനൊന്നും മാറാൻ. ദൈവത്തിന്റെ പക്കൽ ഓരോരുത്തരുടെ പ്രവൃത്തിയും ഓരോരുത്തരുടെ ചിന്തയും ഓരോരുത്തരുടെ വിചാരങ്ങളും വാക്കുകളും അനുഭവങ്ങളും കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് തക്കവണ്ണം ഒരു പ്രതിഫലമുണ്ട്. അത് മനുഷ്യൻ ദുരാഗ്രഹത്തോടെ അത് നടന്ന് അത് വികലമാക്കി കളയേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തതാ, എനിക്ക് ഇന്നതൊക്കെ വേണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രാണന് ദോഷം വരുത്തുന്ന എന്തെങ്കിലുമൊക്കെ അതിനകത്തുണ്ടാവും. പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്റെ ദൈവത്തിന് ചെയ്തു, ഞാൻ കർത്താവ് പാലിച്ചിട്ട് ചെയ്തു. അതുകൊണ്ട് കർത്താവ് ആത്മീയ പ്രതിഫലമല്ലാതെ ഞാനും വേറെ ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടത് എന്തെന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതും
എനിക്ക് നിത്യധനം ഉണ്ടാക്കുന്നതും ഒരിക്കലും മാറിപ്പോകാത്തതായ അതിന്റെ പ്രതിഫലം കർത്താവ് തരാൻ കർത്താവ് കഴിയും. അത് അന്വേഷിച്ച് അറിഞ്ഞു തരും. അവൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുന്നവനല്ല ദൈവം. അവൻ അതിലേക്ക് ഓർത്തില്ല എന്ന് വെച്ച് അതിനെക്കുറിച്ച് മറന്നു പോകുന്നതല്ല ദൈവം. കൃത്യമായിട്ട് ഓർത്ത്, കൃത്യമായിട്ട് ഓരോ 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 ചലനങ്ങൾ പറയുന്ന ദൈവം അത് കൃത്യമായിട്ട് ഓർത്ത് കണക്ക് തീർത്ത് അവൻ തിരിച്ചു പോകും. ജനകാലത്തേക്ക് കിട്ടിയത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നത് എല്ലാവർക്കും ഇത് രണ്ടും ദൈവം വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും ദൈവം കുറിച്ചു വെച്ചിരിക്കും. ഏതൊക്കെയാ? പ്രതികാരവും പ്രതിഫലവും. ഏത് സന്ദർഭത്തിലാണെന്നറിയാവോ? ഏത് സന്ദർഭം? ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്. പ്രതികാരവും പ്രതിഫലവും കാലിടതും കാലത്തേക്ക് അവർക്ക് ഒരുക്കി വെച്ചിരിക്കാം. വിശ്വാസത്തിലേക്ക് വന്നു എന്നെ ഒരുപാട് ദ്രോഹിച്ച ഒരാൾ, പലരും ദ്രോഹിച്ചു. ഞാൻ അത് കർത്താവിനെ ഏൽപ്പിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തു. അതും ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചു. ഇത് രണ്ടും കർത്താവിനെ ഏൽപ്പിച്ചു ഞാൻ. പക്ഷേ വചനം പറയുന്നത് ഇത് പ്രയോജനപ്പെടുന്ന കാലമുണ്ട്. ഏത് കാലമാണ്? കാലിടതും കാലം. കാലിടതും ഏത് മനുഷ്യനും കാലിടതുന്ന ഒരു കാലം വരും. എന്ന് കഴിഞ്ഞാൽ വീഴ്ചയോ താഴ്ചയോ ഒക്കെ വരുന്ന ഒരു സമയം വരും. ആ സമയമാണ് മൊർദെഖായി ഒരു കാര്യം ചെയ്തിരിക്കുക. എന്താണെന്നറിയാമോ? രാജാവിനെതിരെ രണ്ട് ഷണ്ടന്മാര് രാജാവിനെ കയ്യേറ്റം ചെയ്ത് ഇല്ലാതാക്കാൻ നോക്കുക. ഈ വിവരം അറിഞ്ഞ് മൊർദെഖായി നേരെ രാജാവിന് അറിവ് കൊടുത്തു. എസ്തർ മുഖാന്തരം ഈ അറിവ് കൊടുത്തത് രാജാവിന്റെ ജീവനെ രക്ഷിച്ചതിന് തുല്യമാണ്. രാജാവ് ഇതറിഞ്ഞ് അവരെ രണ്ടുപേരെ വിളിച്ച് വിസ്തരിച്ച് നോക്കിയപ്പോഴത്തേക്കും സംഗതി വാസ്തവമാണ്. അവരെ രണ്ടുപേരെയും കൊന്നുകളഞ്ഞു. ഇതവിടെ ഇരിക്കുക. ഞാൻ ഇന്നലെ രാജാവിന്റെ ജീവനെ രക്ഷിച്ചതാണല്ലോ. എന്നിട്ട് രാജാവ് എനിക്ക് ഒരു 10 പൈസ തന്നില്ല, എന്നെ ഒന്ന് സഹായിച്ചു പോലും ഇല്ലല്ലോ. ഇങ്ങനെ ഭക്തൻ അങ്ങനെ ചിന്തിക്കില്ല. സാക്ഷാൽ ഇസ്രായേലിയൻ ചിന്തിക്കുന്ന ചിന്തമാണ്, ദൈവമേ, ഞാൻ അനുഭവിച്ച ദോഷങ്ങളും ഞാൻ ചെയ്ത നന്മകളും ഏത് കാലത്തേക്ക് എന്തെങ്കിലും എന്റെ കാലിടറുന്ന ഒരു കാലം വരും. അന്ന് എന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ, അന്ന് എന്നെ അതിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പ്രാപ്തമാക്കണം. നിശ്ചയമായിട്ടും ഇന്ന് നേരം വെളുത്താൽ കഴുമരത്തിൽ തൂങ്ങ മൊർദെഖായി. അവരെ കാലിടറുന്ന കാലമാണ്. ഒരാളും രക്ഷിക്കാനില്ല. രാജകൽപ്പനയാണ്. ഹാമാനെതിരായിരിക്കുക. ഏത് സമയത്തും ഇല്ലാതെയാകാം. നേരം വെളുത്ത് അവനെ തൂക്കിക്കളയാനായിട്ട് എഴുത്തിന് അനുവാദം ചോദിച്ചിട്ട് ഒന്ന് നിൽക്കുക. അതിനു മുമ്പ് ദൈവം ഒരു കാര്യം ചെയ്തു. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഒന്ന് എടുത്ത് പരിശോധിക്കാനായിട്ട് തോന്നി രാജാവിന്. ദൈവം തോന്നിച്ചതാ. നോക്കിയപ്പോ മൊർദെഖായി ഒരു കാര്യം ചെയ്തിരിക്കുന്നു. 2 ഷണ്ടന്മാര് രാജാവിനെ കൊല്ലാനായിട്ട് ചിന്തിച്ച് ആലോചന ചെയ്തു. ആ കാര്യം മൊർദെഖായി അറിഞ്ഞ് അറിവ് കൊടുത്തു. വിസ്തരിച്ചപ്പോ സംഗതി ശരിയാണെന്ന് കണ്ട് അവരെ രണ്ടുപേരും തൂക്കിക്കളഞ്ഞു. രാജാവ് രക്ഷപ്പെട്ടു. രാജാവിനൊന്നും പറ്റിയില്ല. യഥാർത്ഥത്തിൽ രാജാവിന്റെ ജീവനെ രക്ഷിച്ചതാ. ഇതിന് പകരം മൊർദെഖായിക്ക് എന്ത് കൊടുത്തെന്ന് അന്വേഷിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല. എത്ര നാളായി? എത്രയോ നാളായി. മൊർദെഖായി എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മൊർദെഖായി ആരോടും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും കേൾക്കണില്ല. തടസ്സപ്പെടാം. ഇത് ഇടറുന്ന ദിവസമാണ്. മൊർദെഖായിയുടെ കാലിടറിയ ദിവസമാണ് ഇന്നാണ് പ്രതിഫലം. ഇന്നാണ് അവന് പ്രതിഫലത്തിന്റെ ദിവസമാണ്. അവന്റെ പ്രതിഫലം എന്താണെന്നറിയാമോ? ചെറിയൊരു പ്രതിഫലമല്ല ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ദൈവത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, നിങ്ങൾ ചെയ്യുന്ന പ്രതിഫലം മനുഷ്യനെന്നല്ല ക്രിസ്തുവിനെന്ന പോലെ ചെയ്യും. ദൈവത്തിന് ഞാൻ ചെയ്തു എന്നുള്ള നിലയിൽ എന്ത് പ്രവർത്തിച്ചോ
ആ തോന്നും ഒരാളും ഗണ്യമാക്കുന്നില്ല. ഞാൻ ചെയ്തത് ആര് കാണാൻ? ഞാൻ ഈ ചെയ്യുന്നത് അനുഭവിക്കുന്നതല്ല ആരറിയാൻ എന്നൊക്കെ തോന്നാം. അതൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം ഒരൊറ്റ മനുഷ്യനും അറിഞ്ഞില്ലെങ്കിലും ഒരു മനുഷ്യനും ഗണ്യമാക്കിയില്ലെങ്കിലും ദിനവൃത്താന്ത പുസ്തകത്തിൽ അതുണ്ട്. ദൈവത്തിന്റെ പുസ്തകത്തിൽ അതുണ്ട്. കാലിടറുന്ന ദിവസമുണ്ട്. ഏത് മനുഷ്യനുമുണ്ട്. ഏത് മനുഷ്യനും. വചനം പറയുന്നത് ചിരിക്കാനൊരു കാലമുണ്ടെങ്കിൽ കരയാനൊരു കാലമുണ്ട്. എഴുന്നേൽക്കാനൊരു കാലമുണ്ടെങ്കിൽ വീഴാനൊരു കാലമുണ്ട്. സന്തോഷിക്കാനൊരു കാലമുണ്ടെങ്കിൽ ദുഃഖിക്കാനൊരു കാലമുണ്ട്. കല്ല് പെറുക്കി കൂട്ടാനൊരു കാലമുണ്ടെങ്കിൽ കല്ല് പെറുക്കി കളയാനൊരു കാലമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഒരു മനുഷ്യനും പോരും പടയുമുള്ള ദിവസമുണ്ട്. കഷ്ടകാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. കാലിടറുന്ന ഒരു കാലമുണ്ട്. ആ സമയത്താണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ഏതർത്ഥത്തിൽ ഇവനെ രക്ഷിക്കും? അനേകരുടെ ആപത്ത് കാലത്ത് കർത്താവ് അന്വേഷിക്കുന്നത് പുസ്തകമാണ്. എന്താണ്? ദൈവത്തിൽ ആശ്രയിച്ച് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവത്തിൽ ആശ്രയിച്ച് ഈ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ കണക്ക് പറഞ്ഞ് ദൈവത്തിന് മുമ്പാകെ തർക്കിച്ചും വാദിച്ചും അവകാശം പറഞ്ഞു ചെയ്തതിന് പിന്നെ പേരിട്ട് കൂലി തിരിച്ചു മേടിച്ചിട്ടുണ്ട്. അല്ലാതെ അവന് ഓർക്കത്തക്കതായ ഒരു നന്മയുടെ പ്രവൃത്തി അവന്റെ ഇല്ല. അവൻ അങ്ങനെ തന്നെ ഛേദപ്പെട്ടു പോകും. എന്നാൽ യഥാർത്ഥ ഭക്തൻ, അറിയുന്ന ഭക്തൻ, യഥാർത്ഥ ആരും ഗണ്യമാക്കാതെ കടന്നു പോകുമ്പോൾ പല ജീവിതങ്ങളെക്കുറിച്ച് എനിക്കറിയാം. പല ജീവിതങ്ങളെക്കുറിച്ച് ആ സന്ദർഭങ്ങളെല്ലാം, ഓരോ സന്ദർഭങ്ങളെല്ലാം അവർ കടന്നുപോയപ്പോൾ അവരിൽ നിന്ന് പുറപ്പെട്ടു വന്നതും പിന്നീട് അവർക്ക് വന്നിട്ടുള്ള അതിവേദനയുടെ നാളുകളും എല്ലാം പല സന്ദർഭങ്ങളിലായിട്ട് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു കാര്യത്തിലും യാതൊരു പ്രതിഫലവും ചെയ്യാതെ ഞാൻ ഒന്നും കാക്ഷിച്ചിട്ടല്ല. ഞാൻ സ്വജനത്തിന്റെ മധ്യ പാർക്കുന്നു. ഞാൻ ഒന്നും കാക്ഷിച്ചിട്ടില്ല. ദൈവത്തെ മാനിച്ച ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു. കാരണം എന്റെ കണ്ണ് തുറന്നവനാ ദൈവം. എന്റെ ഭർത്താവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, വേലക്കാരുണ്ടായിരുന്നു, ചർച്ചക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഈ വൃദ്ധനായ മനുഷ്യൻ വഴിയെ പോയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പുരുഷനാണ്, അവൻ ദൈവദാസനാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു ദൈവമുണ്ട്. എന്റെ കണ്ണ് തുറന്നതാ. അതുകൊണ്ട് ഞാൻ ആ കണ്ണ് തുറന്ന കണ്ണിന് ഫലം കാഴ്ചയെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. മൂകമായി അത് സഹിച്ചു. മൂകമായി നടന്നു. എത്ര വയസ്സായെന്നറിയാമോ? വയസ്സ് ആക്ക് ഭർത്താവ് വയസ്സനായി. ഒരു ശിശു, ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് പറയാൻ സാധ്യമല്ലാത്ത തരത്തിൽ വയസ്സനായി. ഇത്രയും കാര്യങ്ങൾ ചെയ്തോളാം. എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് രാത്രിയിൽ ഒരു ഉപവാസ പ്രാർത്ഥന എടുക്കാനോ അതൊന്നുമില്ല. അതൊന്നും നമ്മൾ വായിക്കുന്നില്ല. ഭർത്താവ് വൃദ്ധനായി. അപ്പൊ ഇതൊക്കെ ഉപേക്ഷിച്ച് അപ്പൊ അതിനുവേണ്ടി കാക്ഷിക്കുന്ന പോലുമില്ല. നമ്മളവിടെ കാണുന്നില്ല. അന്വേഷിച്ചറിഞ്ഞു. അവൾക്ക് വേണ്ടത്, അവൾക്ക് ശാശ്വതമായിരിക്കുന്നതുമായ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. കൊടുത്തതേ അത് കൊടുത്ത് ശാശ്വതമായിരുന്നു. ഇന്നും ചൂനേങ്കാലത്തെ പ്രസംഗിക്കുക. ഇന്നും ചൂനേങ്കാലത്തെ പ്രസംഗിക്കുക. ഇന്ന് മൊർദെഖായിയെ പ്രസംഗിക്കുക. കാരണം എന്നറിയാമോ? ഒന്നുമില്ല, ഒരു കാര്യമില്ല. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന ഉത്സവങ്ങളുടെ നഗരം എന്ന് പറയുന്നത് സിയോനാണ്. ആ സിയോനിൽ പ്രസംഗിക്കപ്പെടുന്ന വ്യക്തികളുണ്ട്. നിശ്ചയം ഒന്ന് ഓർത്തു കൊടുക്കുക. അവരിൽ ഒരു കൂട്ടരാണ് ഈ രണ്ടും ഇല്ലാത്തവരും. ഏതൊക്കെയാ? പ്രതികാരത്തിന്റെ ഇച്ഛയില്ലാത്തവരും, പ്രതികാരം ചെയ്യാത്തവരും, പ്രതിഫലം പ്രാപിച്ചെടുക്കാത്തവരും. പ്രതിഫലം കാക്ഷിച്ച് അതിനുവേണ്ടി രാപ്പകൽ നിലവിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ചെയ്തതിന് പകരം എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ ദൈവം കൊടുക്കും. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നത്, എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് എന്ത് ചെയ്യുന്നറിയാമോ? അത് ഒരു പടയുമുള്ള ദിവസമുണ്ട്, കാലിടറുന്ന ദിവസമുണ്ട്, അവന് കഷ്ടകാലം വരുന്ന ദിവസമുണ്ട്, അവനെ ആരും രക്ഷിപ്പാൻ ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടം അവനുണ്ട്. വിടുവിപ്പാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ എന്ന് 7-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എല്ലാ മനുഷ്യർക്കുണ്ട്. നമ്മൾ അറിയില്ല. ഈ വടക്കേന്ത്യയിലേക്ക് പോയി ഓരോ സന്ദർഭത്തിൽ
അകപ്പെട്ടു പോകുന്ന ഒന്ന് മനുഷ്യരുടെ സാക്ഷ്യം കേൾക്കണം. നമ്മൾ ഇവിടെ ഇരുന്ന് എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി കഴിയുമ്പോൾ നമ്മൾ അറിയില്ല. ഈ വടക്കന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞ് ഓരോ സന്ദർഭങ്ങളിൽ പെട്ട് നിസ്സാരമായിട്ട് വെറും നായ്ക്കളെ ഇവിടെ തല്ലിക്കൊല്ലുന്ന പോലെ നശിച്ചു പോകുന്ന ജീവിതങ്ങൾ എത്രയാണെന്നറിയാമോ? അനേക ജീവിതങ്ങളുണ്ട്, അനേക ജീവിതങ്ങൾ. കാരണം ആ സമയത്ത് അവരെ രക്ഷിപ്പാൻ കർത്താവിന്റെ കരം ബലപ്പെട്ടില്ല. ഇത് ദൈവത്തിന്റെ വചനം പറയുന്നത്, അതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാ ആ വെടിവെക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ആരുമില്ലാതിരിക്കുന്ന ദിവസം, ഒരു പടയുമുള്ള ദിവസം, കാലിടറുമ്പോൾ കർത്താവ് പരിശോധിക്കും അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നോക്കിയപ്പോഴാണ് കിടക്കുന്നത്. അവൻ ഇന്നുവരെയും ചോദിച്ചിട്ടില്ല. അവൻ ചെയ്തതിന്റെ പ്രതിഫലം അവൻ ചോദിച്ചിട്ടില്ല. അവൻ അതിനെ ഡിമാൻഡ് ചെയ്തിട്ടുമില്ല. അവൻ അതിനുവേണ്ടി പക്ഷപാതം ചെയ്ത് നിർബന്ധിച്ച് ചോദിച്ചിട്ടുമില്ല. അവനെ രക്ഷിക്കാനുള്ള അവസരമാണ്. ദൈവം എഴുന്നേറ്റു. ദിനവൃത്താന്ത പുസ്തകം രാജാവ് പരിശോധിച്ചു. മൊർദെഖായി കൊല്ലാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ലെറ്റർ മേടിക്കാൻ വേണ്ടി രേഖയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുന്ന ഹാമാനാണ് വാതിക്കൽ. ഹാമാൻ വാതിക്കൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു, അകത്തേക്ക് വരണം. വന്നപ്പോൾ തന്നെ ഹാമാന് പറയാനുള്ളതിനേക്കാൾ മുമ്പ് രാജാവ് അങ്ങോട്ട് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന ആളെ എന്തെല്ലാം ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇതെല്ലാം ഒന്നുപോലും കുറയ്ക്കാതെ പോയി മൊർദെഖായിക്ക് ചെയ്യണം. അടുങ്ങിപ്പോയി. ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രതിഫലത്തിന്റെ ദിവസമാണ്. പ്രതിഫലത്തിന്റെ ദിവസമാണ്. പ്രതികാരത്തിന്റെയും പ്രതിഫലത്തിന്റെയും ദൈവം എഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഒന്ന് ഓർത്തുകൊള്ളുക, ധ്യാനിച്ചു കൊള്ളുക. നടുങ്ങുകയും പാപം ചെയ്യാതിരിക്കുകയും നിങ്ങൾ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുകയും അപ്പോ ഭക്തനെ തനിക്കത് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു അറിവിൽ ഓർത്തുകൊള്ളുക. ദൈവം കണ്ടുവെച്ച്, ദൈവം കുറിച്ചിട്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി, കാലിടറുന്ന ദിവസം, പ്രാണൻ അപകടം വരുന്ന ദിവസം, ശത്രു എഴുന്നേറ്റ് നശിപ്പിക്കാൻ ഒരുക്കുന്ന ദിവസം ദൈവം ആ ചരിത്രം പരിശോധിക്കും. ദൈവം എഴുന്നേൽക്കും. ഇന്നിതാ ആരാന്നറിയോ തെരുവിൽ കൂടി പോകുന്നത്? പ്രഭാതത്തിൽ നേരം വെളുത്ത് എഴുന്നേറ്റാൽ കഴുമരത്തിൽ തൂങ്ങി മരിക്കേണ്ട മൊർദെഖായിയെ രാജവസ്ത്രം ധരിപ്പിച്ച് കിരീടം വെപ്പിച്ച് അതിന് മുമ്പിൽ കൂടി പ്രഭുവായ ഹാമാൻ മുട്ടുകുത്തുകയും രാജാവ് ബഹുമാനിക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ വിവരണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. തെരുവിൽ കൂടി വരും. രംഗം മാറി, കാലം മാറി. കാരണം സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്തും ഭംഗം വരികയില്ല. തന്റെ ജനത്തെ ദൈവം എന്നേക്കും തള്ളിക്കളയുകയുമില്ല. ഒരു സമയമുണ്ട്, ഒരു ഘട്ടമുണ്ട്. അതിൽ എല്ലാവരും വിചാരിക്കും തീർന്നു. അങ്ങനെയല്ല, തീർന്നിട്ടില്ല. തീരണമെങ്കിൽ കർത്താവ് വിചാരിക്കണം. അവിടെ അവൻ സ്വന്തം കൈയാൽ പ്രതികാരം ചെയ്യുകയില്ല. അവൻ ചെയ്തതിന്റെ പ്രതിഫലം അവൻ കണക്ക് പറഞ്ഞ് കർത്താവിന് മുമ്പാകെ ചോദിക്കുകയുമില്ല. തനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നവൻ ദൈവമാണ്. പ്രതികാരത്തിന് ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ്. പ്രതിഫലം നൽകുന്നവൻ ദൈവമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഞാൻ കൈവയ്ക്കാൻ പാടില്ല. സമയമാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്ദർഭം വരും. ആ സന്ദർഭം വരുമ്പോ എൻ്റെ ദൈവം എഴുന്നേൽക്കും. അവൻ പ്രകാശിക്കും. പ്രതികാരത്തിന്റെയും പ്രതിഫലത്തിന്റെയും ദൈവം പ്രകാശിക്കും. ഞാൻ എൻ്റെ ഇടറിയ കാലിനെ ബലപ്പെടുത്തും, എന്നെ ശക്തിപ്പെടുത്തും. അവന്റെ സഹായം ചെറുതായിരിക്കില്ല, അത് ശാശ്വതമായിരിക്കും. ഇന്ന് ലജ്ജിച്ചു പോയെങ്കിൽ എന്റെ ലജ്ജ എന്നേക്കുമായി മാറ്റുമെന്നൊക്കെ വേണം. ഉടയവന്റെ കരം എനിക്ക് അനുകൂലമായി പുറപ്പെടുന്ന ഒരു ദിവസം ഉണ്ടായെന്ന് ഞാൻ അറിയുന്നു. അവരെ ഓർത്തുകൊള്ളുക. കൂടുതലായി പ്രസംഗിക്കാൻ അല്ല, ദൈവാത്മാവ് തന്ന ആലോചന ഓർത്തുകൊള്ളണം. വിശ്വാസത്തിൽ ഒരുവൻ വന്നാൽ അവൻ മുറുകെ പിടിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് നമ്മെ പഠിപ്പിച്ചത്. പ്രതികാരമില്ല, നമുക്ക് ചെയ്തതിന് പ്രതിഫലം അതുമില്ല. ദൈവത്തിന് ചെയ്തിരിക്കുന്നു. പ്രതികാരത്തിന് ദൈവം അത് പ്രവർത്തിച്ചുകൊള്ളും. അവൻ എന്റെ ജീവിതത്തിൽ വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തകരുന്ന ഒരു ദിവസമുണ്ട്.
ശത്രു നോക്കി സമയവും നാഴികയും കുറിച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇനി അവനില്ല എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അന്ന് എന്റെ നിർവർത്തന പുസ്തകം എന്റെ ദൈവം തുറക്കും. അന്ന് ഞാൻ വൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും എന്റെ എളിയ ജീവിതത്തിലെ ഏതുമില്ലായ്മ കർത്താവ് തുറക്കും. അത് തുറന്ന് അത് വെളിപ്പെടുത്തും. അതെന്റെ അവകാശവും മറുപടിയും കർത്താവ് തരും. എനിക്ക് വേണ്ടി കർത്താവ് പ്രതികാരം ചെയ്യും. എനിക്ക് കർത്താവ് ശാശ്വതമായ പ്രതിഫലം തരും. അത് ശാശ്വതമായിരിക്കും. അത് ശത്രുവിനാൽ ഒരു നാളും എടുത്തു കളയാൻ സാധിക്കാത്തതായിരിക്കും. കർത്താവ് നമുക്ക് തന്ന ഈ ആലോചനയുടെ ഭാഗം നമ്മെ കാട്ടി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധരായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളിന്ന് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിച്ചു. കർത്താവെ, ഇന്ന് വായിച്ച സങ്കീർത്തനം പ്രതികാരത്തിന്റെ ദൈവമേ, ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ പഠിക്കുന്നത് പോലെ കർത്താവെ, പ്രതികാരവും പ്രതിഫലവും ദൈവത്തിനുള്ളതാണ്. ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന സകല ദോഷങ്ങൾക്കും പ്രതികാരം ചെയ്യുന്നവൻ ദൈവമാണ്. ഞങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെയും ഫലം, അതിന് പ്രതിഫലം നൽകുന്നവൻ ദൈവമാണ്. അതിൽ ഞങ്ങൾക്ക് കാര്യമില്ല. ഞങ്ങൾ ചെയ്യുന്നത് കർത്താവിന്റെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും, ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ പ്രതിഫലം നോക്കിയിട്ടില്ല. ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള നിലയിൽ തന്നെ ഞാൻ പ്രവർത്തിക്കട്ടെ. എന്നാൽ കാലിടർന്ന ഒരു ദിവസമുണ്ട്. ഞങ്ങളെ ശത്രു അവകാശം പറഞ്ഞ് വിടുവിപ്പൻ ആരുമില്ലാതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നിശ്ചയം എന്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് കർത്താവിന്റെ ജനത്തോട് കർത്താവ് സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവ് വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാവരെയും കർത്താവ് വചനത്താൽ പോഷിപ്പിക്കണം. പ്രഥമമായി ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. യേശു എന്നടിസ്ഥാനം